ഓൾ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറി, നിഫ്റ്റിയുടെ മാത്രമല്ല മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇന്നലെ വളരെ ഗംഭീരമായിട്ട് മാർക്കറ്റ് 24,000 താഴെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. BSEയും സെൻസെക്സും NSE എല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഇൻഡെക്സുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയിരുന്നു. 700 പോയിന്റിൽ കൂടുതൽ സെൻസെക്സ് സ്പൈക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US ഫെഡ് നിരക്കുകളെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഡോളറും ബോണ്ട് ഈൽഡും സ്പൈക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അമേരിക്കയിലെ ടെക് കമ്പനികളുടെ Q2 റിസൾട്ട് വരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ തുടങ്ങിയ കമ്പനീസിൽ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ്. എസ്പെഷ്യലി AI ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് കണ്ടുവരാം ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നു. നാസ്ഡാക്ക് ഫോൾ ആയിരുന്നു, ഡോ പോസിറ്റീവ് ആയിരുന്നു. 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 4%, കോസ്പി കൊറിയ 7% ഒരു ഫോളുണ്ട്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇടിവിൽ തന്നെയാണ് ഉള്ളത്. നിഫ്റ്റി ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഇടിഞ്ഞ് 4058, സിൽവർ 58, ബിറ്റ് കോയിനിൽ 1600 പോയിന്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ബ്രന്റ് ഓയിൽ 85 നിലയിലാണ് നിൽക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ADR കമ്പനിയിൽ ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഒരുപാട് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇനി അങ്ങ് മുന്നോട്ട് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 10-50 കമ്പനീസിൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ഇന്ന് L&T, HUL, ടാറ്റ ക്യാപിറ്റൽ, അംബുജ സിമെൻറ്റ്, വരുൺ ബിവറേജ്, ഫോണിക്സ് മിൽസ്, ബിർള സോഫ്റ്റ്, ഫൈസർ, അങ്ങനെ ഒരുപാട്, സിറ്റി യൂണിയൻ ബാങ്ക്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാം, ഇതെല്ലാം തന്നെ ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളുടെ ലിസ്റ്റാണ്. ഇത് മാത്രമല്ല, മാർക്കറ്റ് ക്യാപിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രധാന കമ്പനീസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയും കമ്പനീസ് ഇനി മിഡ് ക്യാപ്പ് എല്ലാം തന്നെ അനൗൺസ് ചെയ്തു തുടങ്ങും. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. പൈസ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ബിറ്റ് കോയിനിൽ നമ്മൾ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം ടാറ്റ കെമിക്കലാണ്. നെറ്റ് ലോസാണ് കമ്പനി ഇത്തവണ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 252 കോടി രൂപ പ്രോഫിറ്റ്, ഇത്തവണ 17 കോടി രൂപ ലോസ്. ഗോഡ്ഫ്രൈ ഫിലിപ്പ് കമ്പനി ഈ തവണ പ്രോഫിറ്റും റവന്യൂവും ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, ഈ തവണ 8,852 കോടി രൂപ. ടാറ്റ പവർ ഒരു നെറ്റ് പ്രോഫിറ്റ് 11% വർധനവുണ്ട്. നോർത്തേൺ ARC ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 17% വർധനവുണ്ട്. ഗ്രാവിറ്റ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 14% ഇൻക്രിമെൻ്റ് ഉണ്ട്. വെൽസ്പൻ കോർപ്പ് പുതിയ ഓർഡർ കിട്ടി 960 കോടി രൂപയുടെ. ഗ്രാവിറ്റ ഇന്ത്യ നമ്മൾ പറഞ്ഞു 93-ൽ നിന്ന് 106 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. സൺഫാർമ അവർ റെസ്ബിറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BEL നെറ്റ് പ്രോഫിറ്റ് 970-ൽ നിന്ന് 1050 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സുപ്രീം പെട്രോ കെമിക്കൽ കമ്പനി 80 കോടി രൂപയിൽ നിന്ന് 237 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിരുന്നു. ബാലാജി അമിനീസ് 38-ൽ നിന്ന് 74 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിരുന്നു. എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് 7 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കാപ്രി ഗ്ലോബൽ കമ്പനി 175 കോടി രൂപയിൽ നിന്ന് 353 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഗംഭീര പ്രോഫിറ്റാണ് ഇത്തവണ, 16 ലക്ഷത്തിൽ നിന്ന് 102 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഹാപ്പിയസ്റ്റ് മൈൻഡ് 61 കോടി രൂപയിൽ നിന്ന് 67 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി അപ്പായിട്ടുണ്ട്. വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.